my dear students, welcome to Teacher at Home. Today class we are going to learn the first chapter, that is chapter 1, Matter in our surroundings. As we look at our surroundings, we see a large variety of things with different shapes, size and textures. Everything in this universe is made up of material which scientists have named matter. അല്ലേ? അപ്പോൾ നമ്മളിത് ചുറ്റുപാട് നോക്കുമ്പോൾ എന്താണ് പലതരത്തിലുള്ള ഷേപ്പിലും സൈസിലും ഓരോ കണ്ടന്റ് വ്യത്യാസമുള്ളതൊക്കെ സാധനങ്ങളുണ്ടാവും. അതിനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുക. ദ എയർ വി ബ്രീത്ത്, ദ ഫുഡ് വി ഈറ്റ്, അല്ലേ? നമ്മൾ ശ്വസിക്കുന്ന വായു, കഴിക്കുന്ന ഭക്ഷണം, സ്റ്റോൺസ്, ക്ലൗഡ്സ്, സ്റ്റാർസ്, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഇവൻ എ സ്മോൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഓർ എ പാർട്ടിക്കിൾ ഓഫ് സാൻഡ്, അതായത് ചെറിയ ഡ്രോപ്പ് ഓഫ് വാട്ടറോ അല്ലെങ്കിൽ എന്താണ് സാൻഡോ മണ്ണോ, എവറിത്തിങ് ഈസ് മാറ്റർ. എല്ലാം മാറ്റർ. Everything is matter means everything is a substances. We can also see as we look around, there are things mentioned above occupy space and have mass. അതായത് മാറ്റർ എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവും ഒരു സ്ഥലം ഒക്യുപ്പൈ ചെയ്യാണ്, അല്ലെങ്കിൽ അതിനൊരു ഭാരമുണ്ട്. സ്ഥലം ഒക്യുപ്പൈ ചെയ്യുക അല്ലെങ്കിൽ ഭാരമുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മാറ്റർ എന്ന് പറയുക. ഇൻ അതർ വേർഡ്സ് ദേ ഹാവ് ബോത്ത് മാസ് ആൻഡ് വോളിയം. അതിന് എന്തൊക്കെയുണ്ട്? മാസും വോളിയം ഉണ്ട്, അല്ലെ? ഭാരവും ഉണ്ട്, അതിന് വോളിയം ഉണ്ട്. Since early times, human beings have been trying to understand their surroundings. അപ്പോൾ പഴയ കാലം തൊട്ട് തന്നെ ആൾക്കാർ ഈ ചുറ്റുപാടിനെ കുറിച്ചിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. Early Indian philosophers classified matter in the form of 5 basic elements. അപ്പോൾ മാറ്ററിനെ 5 തരമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? ദ പഞ്ചതത്വ. പഞ്ചതത്വ എന്ന് പറയുന്നത് ഏതൊക്കെയാ? എയർ, എർത്ത്, ഫയർ, സ്കൈ ആൻഡ് വാട്ടർ. അല്ലേ? വായു, ഭൂമി, തീയ്, ആകാശം, വെള്ളം. According to them, everything living or non-living was made up of 5 basic elements. അപ്പോൾ എല്ലാം എന്താണ്? ഈ 5 ബേസിക് പഞ്ചതത്വ കൊണ്ട് ഉണ്ടാക്കിയതാണ്, അല്ലേ? എയർ, എർത്ത്, ഫയർ, സ്കൈ ആൻഡ് വാട്ടർ. Ancient Greek philosophers have arrived at a similar classification of matter. അപ്പോൾ അവർ മാറ്ററുടെ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. Modern scientists have evolved 2 types of classification of matter based, അല്ലേ? മാറ്ററിനെ ഏതൊക്കെ തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിസിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇൻ ദിസ് ചാപ്റ്റർ വി ഷാൾ ലേൺ അബൌട്ട് മാറ്റർ ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിസ് ആണ് നമ്മളിപ്പോൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. Physical property, chemical aspects of matter will be taken up into subsequent chapters. Physical nature of matter. Matter is made up of particles. അപ്പോൾ മാറ്റർ എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. For a long time, 2 schools of thought prevailed regarding the nature of matter. One school believed matter to be continuous like a block of wood, whereas others thought the matter was made up of particles like sand. Continuous like a block of wood. അപ്പോൾ മാറ്റർ എന്ന് പറയുന്നത് ഒരു മരം പോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ്. അല്ലെങ്കിലോ പാർട്ടിക്കിൾസ് ലൈക്ക് സാൻഡ്. സാൻഡ് എന്ന് പറയുമ്പോൾ എന്താ? കല്ലും മണ്ണും എല്ലാം കൂടെ നിറഞ്ഞതാണ് പാർട്ടിക്കിൾസ്, അല്ലേ? Activity to decide about the nature of matter. Is it continuous or particulate? അതറിയാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റ്. എന്താ അത്? Take a 100 ml beaker. Fill half the beaker with water and mark the level of water. അപ്പോൾ നമ്മൾ ഒരു 100 ml ബീക്കർ എടുത്തു, അതിലേക്ക് വാട്ടർ ആഡ് ചെയ്തു, അല്ലേ? ഒരു ലെവൽ വരെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. Dissolve some sand and sugar with the help of a glass rod. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്താ ഡിസോൾവ് ചെയ്യേണ്ടത്? സാൻഡ്, മണ്ണോ അല്ലെങ്കിൽ സോൾട്ട് ഓർ ഷുഗർ, ഉപ്പോ പഞ്ചസാരയോ മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇളക്കുക. ഏത് വെച്ചിട്ടാ? ഗ്ലാസ് റോഡ് വെച്ചിട്ട് ഇളക്കുക. ഒബ്സർവ് എനി ചേഞ്ച് ഇൻ വാട്ടർ ലെവൽ. വാട്ടർ ലെവലിൽ എന്തെങ്കിലും ഒരു മാറ്റം കാണുന്നുണ്ടോ? വാട്ട് യു തിങ്ക് ഹാസ് ഹാപ്പൻ ടു ദ സോൾട്ട്? ആ ഉപ്പിന് എന്താ സംഭവിച്ചത്? വേർ ഡസ് ഇറ്റ് ഡിസപ്പിയർ? അത് എവിടേക്കാണ് പോയത്? ഡസ് ദ ലെവൽ ഓഫ് വാട്ടർ ചേഞ്ചസ്? വെള്ളത്തിന്റെ ലെവലിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ? ഇൻ ഓർഡർ ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് വി നീഡ് ടു യൂസ് ദ ഐഡിയ ദാറ്റ് മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഇൻ ഓർഡർ ടു ആൻസർ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ടു യൂസ് ഐഡിയ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. മാറ്റർ എന്താണ്? പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ളത് മനസ്സിലാക്കണം. വാട്ട് വാസ് ദെയർ ഇൻ ദ സ്പൂൺ? സോൾട്ട് ഓർ ഷുഗർ? സ്പൂണിൽ എന്തായിരുന്നു? സോൾട്ടോ ഷുഗറോ? നൗ സ്പ്രെഡ് ദ ത്രൂ ഔട്ട് ദ വാട്ടർ. അപ്പോൾ പാർട്ടിക്കിൾസ് ഓഫ് വാട്ടർ മാഗ്നിഫിക്കൻ മില്യൺ ഓഫ് ടൈംസ്, അല്ലേ? വാട്ടറിലേക്ക് നമ്മൾ ഈ പാർട്ടിക്കിൾസ് ആഡ് ചെയ്തപ്പോൾ ഫസ്റ്റ് അതൊക്കെ വിസിബിൾ ആയിരുന്നു. പിന്നെ ആഡ് സോൾട്ട്, അല്ല വാട്ടറിൽ തന്നെ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. Salt add ചെയ്തു, stir ചെയ്തു. Okay, so we can see the particles of salt here. When we dissolve salt in water, the particles of salt get into space between the particles of water. അപ്പോൾ വാട്ടറിലുള്ള സ്പേസ് ഉണ്ട്, അല്ലേ? പാർട്ടിക്കിളുടെ സ്പേസ്, അതിലേക്ക് ഈ സോൾട്ട് പോയിട്ട് സ്റ്റിക്ക് ചെയ്തു.
How small are these particles of matter? Take 2 to 3 crystals of potassium permanganate and dissolve them in 100 ml of water. 2-3 ക്രിസ്റ്റൽസ് എടുക്കുക പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ, എന്നിട്ട് അതെന്ത് ചെയ്യുക, 100 ml വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യുക. Take out approximately 10 ml of this solution and put into 90 ml of clear water. എന്നിട്ട് നമ്മളിപ്പോൾ എന്താ ചെയ്തത്, 2 to 3 crystals of potassium permanganate എടുത്തു അല്ലേ, അതിനെ 100 ml വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്തു. Take out approximately 10 ml of this solution. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, 10 ml solution എടുത്തു, എന്നിട്ട് 90 ml clear water ആഡ് ചെയ്തു. So we are adding 2 to 3 drop of potassium permanganate in 100 ml of water. അതാണ് നമ്മൾ ആദ്യം ചെയ്തത്. അതിനുശേഷം അതിൽ നിന്ന് ഒരു 10 ml എടുത്തിട്ട് 90 ml clear water ആഡ് ചെയ്തു. Take out 10 ml of a solution and put it another 90 ml. അപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ dilute this 5 to 8 times. ഇതേ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്തു, 5 to 10 ടൈംസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു അല്ലേ. KMnO4 സൊല്യൂഷനിൽ നിന്ന് 10 ml എടുത്തിട്ട് അതിലേക്ക് പിന്നെ ക്ലിയർ വാട്ടർ ആഡ് ചെയ്തു, ആ സൊല്യൂഷനിൽ നിന്ന് പിന്നെയും 10 ml എടുത്തിട്ട് ക്ലിയർ വാട്ടർ ആഡ് ചെയ്തു. അങ്ങനെ എത്ര ടൈംസാണ് ചെയ്തത്, 5 to 10 ടൈംസ് ആണ് നമ്മളത് പ്രോസസ്സ് ചെയ്തത്. Is this water still colored? അപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ടത് എന്താണ്, ആ വാട്ടർ ഇപ്പോഴും കളേർഡ് ആണോ എന്നുള്ളത് നോക്കണം. Estimating how small are the particles of matter. With every solution, every dilution through the color becomes light, it is still visible. Light is still visible. This experiment shows that just a few crystals of potassium permanganate can color. അല്ലേ, ഒരു ചെറിയ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് തന്നെ കളർ ചെയ്യാൻ പറ്റും, ലാർജ് വോളിയം ഓഫ് വാട്ടറിനെ കളർ ചെയ്യാൻ പറ്റും. So we conclude that there must be millions of tiny particles in just one crystal. അപ്പോൾ ഒരു ക്രിസ്റ്റല് പൊട്ടാസ്യം പെർമാഗ്നേറ്റിൽ തന്നെ കണ്ടമാനം എന്താ ടൈനി പാർട്ടിക്കിൾസ് ഉണ്ട്, which keep on dividing themselves into smaller and smaller. അപ്പോൾ അതെന്താണ്, അത് സ്വയം ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ചെറിയ പാർട്ടിക്കിൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എടുക്കുമ്പോഴും എന്തുകൊണ്ടാണ് നമുക്ക് ഈ കളർ അപ്പിയർ ചെയ്യുന്നത് പറഞ്ഞാൽ ഓരോ ചെറിയ പാർട്ടിക്കിൾസും ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, the same activity can be done using 2 ml of Dettol instead of potassium permanganate. അപ്പോൾ എന്താണ്, ഡെറ്റോൾ വെച്ചിട്ടും നമുക്ക് ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും. The smell can be detected even on repeated dilution. അപ്പോൾ ആ സ്മെല്ല് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ടേയിരുന്നാലും എന്താണ്, നമുക്ക് ആ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. Particles of matter are very small. They are small beyond our imagination. അപ്പോൾ അവർ സ്മോൾ എന്ന് പറഞ്ഞാൽ എത്ര സ്മോൾ ആണ്, നമ്മുടെ ആശയങ്ങൾക്കും മീതെയാണ് അവരുടെ സൈസ്. Characteristic of particles of matter. Particles of matter have space between them. അപ്പോൾ ഈ പാർട്ടിക്കിൾസ്, മാറ്ററിലുള്ള പാർട്ടിക്കിൾസിന് എന്തുണ്ട്, സ്പേസ് ഉണ്ട്. In activity, we saw the particles of sugar, salt, Dettol or potassium permanganate not evenly distributed in water. Similarly, when you make tea, coffee or lemonade, nimbu pani, particles of one type of matter get into space between particles. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും ടീ കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണ്, നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് അവിടെയുള്ള സ്പേസ് ഓക്യുപ്പൈ ചെയ്തിട്ട് അതിലേക്ക് സ്റ്റിക്ക് ആവും. ദിസ് ഷോസ് ദാറ്റ് there is enough space between particles. അത് enough space അല്ലേ, പാർട്ടിക്കിൾസ് ഓഫ് മാറ്ററിൽ എന്തുണ്ട്, enough space ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. Particles of matter are continuously moving. Put an unlit incense stick in a corner of your class. How close do you have to go near as to smell? Now light the incense stick. What happens? Do you see the smell sitting at a distance? Record your observation. അപ്പോൾ നമ്മൾ എന്താ ചെയ്ത്, ആദ്യം ഒരു ചന്ദന തിരി കത്തിക്കാതെ ഒരു സ്ഥലത്ത് വെച്ചു. അപ്പോൾ അതിന്റെ സ്മെല്ല് കിട്ടാൻ നമുക്ക് അതിന്റെ അടുത്ത് വരെ പോകേണ്ടി വരുന്നു അല്ലേ. പക്ഷെ നമ്മളൊന്ന് കത്തിച്ചിട്ടാണ് വെക്കുന്നതെങ്കിലോ നമ്മുടെ അടുത്തേക്ക് ആ സ്മെല്ല് എത്തും. Activity. Take 2 glasses beakers filled with water. Put a drop of blue or red ink slowly and carefully along the sides of the first beaker and honey in the same way in the second beaker. അതായത് നമ്മൾ 2 ഗ്ലാസും ബീക്കറും എടുത്തു അല്ലേ, അതിലേക്ക് എന്താ ആഡ് ചെയ്തു, വെള്ളം ആഡ് ചെയ്തു. എന്നിട്ട് അതിൽ നമ്മൾ എന്താ ആഡ് ചെയ്യണേ, ഡ്രോപ്പ് ഓഫ് ബ്ലൂ ഓർ റെഡ് ഇങ്ക് അല്ലേ, ബ്ലൂ ഓർ റെഡ് ഇങ്ക് ആഡ് ചെയ്തു സൈഡിൽ കൂടെ ആഡ് ചെയ്തു. സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മുടെ ബീക്കറിലേക്ക് ഹണിയാണ് ആഡ് ചെയ്തത്, തേനാണ് ആഡ് ചെയ്തത്. ലീവ് ദം അൺഡിസ്റ്റർബ്ഡ് ഇൻ യുവർ ഹോം ഓർ ദ ക്ലാസ് ഓർ ദ കോർണർ ഓഫ് ദ ക്ലാസ്. ഒരു കോർണറിൽ നമ്മൾ അതിനെ വെക്കുക. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. വാട്ട് ഡു യു ഒബ്സർവ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ആഡിങ് ദ ഇങ്ക് ഡ്രോപ്പ്? ഇങ്ക് ആഡ് ചെയ്യുമ്പോൾ എന്താണ്, പെട്ടെന്ന് അത് സ്പ്രെഡായിട്ട് ആ വെള്ളം മൊത്തം ഇങ്കാവും. പക്ഷേ ഹണി ആണെങ്കിലോ മെല്ലെ സ്പ്രെഡ് ആവുള്ളൂ, കൂടാതെ അത് താഴേക്ക് വെയിറ്റ് കാരണം അത് താഴേക്ക് സ്റ്റിക്ക് ചെയ്യുക. Drop a crystal of copper sulfate or potassium permanganate in a glass of hot water and another containing cold water. Do not stir the solution.
അപ്പം എന്താ നമ്മൾ എടുത്തിരിക്കുന്നത്? കോപ്പർ സൾഫേറ്റും പൊട്ടാസ്യം പെർമാംഗനേറ്റും ചൂടുവെള്ളത്തിലേക്ക് എടുത്തു അല്ലേ? അടുത്തത് തണുത്ത വെള്ളത്തിലും. ഡു നോട്ട് സ്റ്റിർ ദ സൊല്യൂഷൻ. ഇളക്കാൻ പാടില്ല. അലൗ ദ ക്രിസ്റ്റൽ സെറ്റിൽ അറ്റ് ദ ബോട്ടം. ആ ക്രിസ്റ്റൽ അടിയിലേക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കാം. What do you observe just above the solid crystal in the glass? Solid crystal mixing change with the temperature. Temperature അല്ല, ടെമ്പറേച്ചറിൽ മാറ്റം കൊണ്ട് അത് പെട്ടെന്ന് അലിഞ്ഞു പോകും. ഓക്കെ. Particles of matter are continuously moving. That is, they possess what we call the kinetic energy. Particles of matter continuously moving. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് എന്താണ്? എപ്പോഴും നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? എന്താ അത് കാരണം? എന്താ? They are having kinetic energy. അവർക്ക് kinetic energy അവർ പോസസ് ചെയ്തിട്ടുണ്ട്. As the temperature increases, particles move faster. ടെമ്പറേച്ചർ ചൂട് കൂടുന്തോറും എന്താണ്? പാർട്ടിക്കിൾസ് വേഗം സ്പീഡിൽ മൂവ് ചെയ്യും. So we can say that with increase in temperature, kinetic energy of particle also increases. അപ്പോൾ പാർട്ടിക്കിൾസിന് kinetic energy ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ എന്തുകൂടിയാണ് അതിൽ പറയുന്നത്? Increase in temperature, kinetic energy of the particle of the increases. അല്ലേ? ആ പാർട്ടിക്കിളുള്ള kinetic energy എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. In the above three activities, we observe that the particles of matter intermix on their own with each other. They do so by getting into space between the particles. അപ്പോൾ when particles നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അല്ലേ, അവർ തന്നെ ആഡ് ചെയ്യാണ് വിത്തൗട്ട് ബീൻ മിക്സിംഗ് വിത്ത് അതർ സബ്സ്റ്റൻസസ്. എന്തുകൊണ്ടാണ്? അവർ ആ സ്പേസിൽ they do so by getting the space between the particles. ആ പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള സ്പേസിലേക്ക് അവർ സ്റ്റിക്ക് ചെയ്യാണ്. This intermixing of particles with the two different types of matter on their own is called diffusion. അപ്പോൾ intermixing of particles, ഈ പാർട്ടിക്കിൾസ് തമ്മിൽ ഇന്റർമിക്സ് ആവുമ്പോൾ of two different type, പല തരത്തിലുള്ള മാറ്റർ ഉണ്ട് അല്ലേ? And it is known as the diffusions. Intermixing of particles of two different types. അപ്പോൾ രണ്ട് തരത്തിലുള്ള പാർട്ടിക്കിൾസ്. ഇപ്പൊ വെള്ളവും കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് തരത്തിലുള്ള പാർട്ടിക്കിൾസ് ആണ് അല്ലേ? ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ടു ഡിഫറെന്റ് ടൈപ്പ് മാറ്റർ ഓഫ് ദെയർ ഓൺ. അപ്പൊ ആ രണ്ട് സബ്സ്റ്റൻസ് മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് എന്താന്ന് പറയുക? ഡിഫ്യൂഷൻ പറയുക. അപ്പോൾ ഡിഫ്യൂഷന്റെ that is intermixing of particles of two different types of matter on their own, it is called എന്താ? diffusion. Observe this on heating. diffusion അല്ലേ? ചൂടാക്കുമ്പോൾ എന്താണ്? diffusion കൂടും. Particle of matter attract each other. Activity. Play this game in this field. Make 4 groups and form human chains as suggested. 4 ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ചെയിൻ ഫോം ചെയ്യാം അല്ലേ? മനുഷ്യച്ചങ്ങല. The first group should hold each other from the back and lock arms like ഇതുമിഷി ഡാൻസസ്. ഇതുമിഷി ഡാൻസസ് കളിക്കുന്ന പോലെ ബാക്കിൽ കൈ ലോക്ക് ചെയ്തിട്ട് വെക്കുക. The second group should hold hands to form a human chain. മറ്റേത് ഹ്യൂമൻ ചെയിൻ പോലെ ഫോം ചെയ്യുക. The third group should form a chain by touching each other with only their fingertips. കൈയിൻ്റെ വിരലിലെ അറ്റമില്ലേ, അത് വെച്ചിട്ട് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഒരു ചെയിൻ ഫോം ചെയ്യാം. Now the fourth group of students should run around and try to break the 3 human chains one by one into a small groups. Now the fourth group of students should run around and try to break the 3 human chains one by one into a small group as possible. അപ്പോൾ the fourth group of students എന്ത് ചെയ്യണം? Run around and try to break the 3 human chains. അപ്പോൾ നാലാമത്തെ ഗ്രൂപ്പ് അവരുടെ ചുറ്റും ഓടിയിട്ട് അവർ തമ്മിലുള്ള ചെയിൻസ് എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. വൺ ബൈ വൺ ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് അപ്പോൾ എന്താവും? സ്മോൾ ഗ്രൂപ്പ്സ് ആവും. Was the easiest to break third one because they are being touched only with their fingertips. Okay. If we consider each student as a particle of matter, then in which group the particle held each other with the maximum force? First group. Okay, because they are being held like a chain. Activity. Take an iron nail, a piece of chalk and a rubber band. Try breaking them by hammering, cutting and stretching. Iron nail എടുക്കുക, എന്താണ്? ആണി എടുക്കുക, ചോക്കും റബ്ബർ ബാൻഡും എടുക്കുക. Try breaking them by hammering. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യുക. എങ്ങനെ ബ്രേക്ക് ചെയ്യുക? By hammering, cutting or stretching. അല്ലേ? In which of these above 3 substances do you think the particles are held together with greater force? കൂടുതൽ ഫോഴ്സിൽ ഏത് പാർട്ടിക്കിൾസ് ആണ് ജോയിൻ ആയിരിക്കുന്നത്? Iron nail, take iron nail, piece of chalk and rubber band. Iron nail. Okay. Take some water in a container. Try cutting the surface of water with your fingers. Will you be able to cut the surface of water? No, we will not be able to cut the surface.
What could be the reason behind the surface of water remaining together? The particles are being bound together, okay, with some forces that we study in the later classes. Above three particles suggest the particles of matter have force acting between them. This force keeps the particles together. The strength of the force of attraction varies from one kind of matter to another. അപ്പോൾ എന്തുകൊണ്ടാണ് വാട്ടറിൽ ഈ പാർട്ടിക്കിൾസ് ജോയിൻ ആയി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ആണ് അവരെ കീപ്പ് ചെയ്യണത്. ഈ പാർട്ടിക്കിൾസ് ഒക്കെ ഒന്നിച്ച് നിൽക്കാൻ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സ്ട്രെങ്ത് ഓഫ് ദ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് പലതരത്തിലായിരിക്കും, ഓരോന്നിലും വ്യത്യസ്തമായിരിക്കും. ഓക്കെ, reaches your but you get this when cold food only to because the hot smell mixes with the air and reaches our nose. Is able to cut through the water in a swimming pool. Which property of matter? Okay, we can discuss later. States of matter. Next topic is states of matter. Observe different types of matter around you. What are its different states? നമ്മുടെ ചുറ്റുപാടുള്ള പലതരത്തിലുള്ള മാറ്റർ നമ്മൾ ശ്രദ്ധിക്കുക, അത് ഏതൊക്കെ അവസ്ഥയിലാണെന്ന് നോക്കുക. We can see that matter around us exists in three different states. അപ്പോൾ നമ്മളുടെ ചുറ്റിലുള്ള മാറ്റർ മൂന്ന് തരത്തിലാണ് അവസ്ഥയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. The states of matter arise due to the variation in the characteristics of the particles of matter. അപ്പോൾ ഇത് അറൈസ് ചെയ്യണത്, ഈ മൂന്ന് സ്റ്റേറ്റ് എങ്ങനെ അറൈസ് ചെയ്യണത്? വേരിയേഷൻ ഇൻ ദ ക്യാരക്ടറിസ്റ്റിക്, അവർ അപ്പിയർ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സിലുള്ള വേരിയേഷനിലാണ് ഇങ്ങനെ മൂന്നായിട്ട് വിസിബിൾ ആവുന്നത്. ലെറ്റ് us study about the properties of the three state. ഇനി ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് സോളിഡ് സ്റ്റേറ്റ്. ആക്ടിവിറ്റി. കളക്ട് ദ ഫോളോയിങ് പാർട്ടിക്കിൾസ്: എ പെൻ, ബുക്ക്, നീഡിൽ ആൻഡ് എ പീസ് ഓഫ് വുഡൻ സ്റ്റിക്ക്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കളക്ട് ചെയ്യുന്ന? പെന്ന്, നീഡില്, ആണി, പിന്നെന്താ വുഡൻ സ്റ്റിക്ക് അല്ലേ, മരത്തടി. Sketch the shape of the above particles in the notebook by moving a pencil around it. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് നമ്മൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ ഇതാക്കുക പെൻസിൽ ഉപയോഗിച്ചിട്ട്. Do all this have a definite shape, distant boundaries and a fixed volume? എല്ലാത്തിനും ഒരു പർട്ടിക്കുലർ ഷേപ്പോ ബൗണ്ടറീസോ ഡിസ്റ്റന്റ് ബൗണ്ടറീസോ വോളിയോ ഉണ്ടോ? വാട്ട് ഹാപ്പൻസ് ഇഫ് ദേ ആർ ഹാമേർഡ്, പുൾഡ് ഓർ ഡ്രോപ്ഡ്? അല്ലേ, അവരെ ചുറ്റി കൊണ്ട് അടിച്ചാലോ വലിച്ചാലോ താഴെ ഇട്ടാലോ എന്തെങ്കിലും സംഭവിക്കുമോ? ആർ ദ കേപ്പബിൾ ഓഫ് ഡിഫ്യൂസിങ് ഇൻ ടു ഈച്ച് അതർ? രണ്ട് കൂടെ ഒരുമിച്ച് ചേർത്താൽ എന്തെങ്കിലും സംഭവിക്കുമോ? ട്രൈ കംപ്രസിങ് ദം by applying force. Are you able to compress them? അല്ലേ, അതിനെ നമ്മൾ എന്ത് ചെയ്യുക? കംപ്രസ് ചെയ്യുക. with what? Without force. ബലം ഉപയോഗിച്ചിട്ട് അതിനെ നമ്മൾ കംപ്രസ് ചെയ്യണം. All the above are examples of solid. ഇപ്പം മോളി പറഞ്ഞതൊക്കെ എന്താണ്? സോളിഡിൻ്റെ എക്സാമ്പിളാണ്. ബുക്ക്, നീഡിൽ എന്നൊക്കെ പറയുമ്പോൾ സോളിഡിൻ്റെ എക്സാമ്പിളാണ്. We can observe that all these have a definite shape. അല്ലേ, ഓരോന്നിനും പ്രത്യേകം ഷേപ്പ്. Distant boundaries and fixed volume is there. That is, have negligible compressibility. Solids have a tendency to maintain their shape. Solid എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. when subjected to outside force. Solid may break under force, but it is difficult to change their shape. Solid എന്താണ്? നല്ല ബലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, അവരുടെ ഷേപ്പ് മാറ്റുക എന്നുള്ളത് പറയണത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ആസ് ദേ ആർ റിജിഡ്, നല്ല ബലമുള്ളത് കൊണ്ട് അവരുടെ ഷേപ്പ് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. Consider the following. These are the questions. What about rubber band can change its shape on stretching? Is it a solid? It cannot be changed into a stretching because it is elastic. Sugar and salt, when kept in different jars, they take the shape of the jar. Are they solid? They are solid because they are occupying the space that is being given. Is a solid, yet we are compress it. Why? Because having enough vacuum spaces. All the above solids are. A rubber band changes shape under force and regain the same shape. അല്ലേ, ബലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് വ്യത്യാസം വരും, പക്ഷെ തിരിച്ച് അത് പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരികെ പോകും. ഫോഴ്സ് ഇസ് റിമൂവ്ഡ്. ഇഫ് എക്സസീവ് ഫോഴ്സ് ഇസ് അപ്ലൈഡ് ഇറ്റ് ബ്രേക്സ്. നല്ല കണ്ടമാന എനർജിയാണ് അതിലേക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ അതെന്ത് ചെയ്യും? ബ്രേക്ക് ആയി പോകും, പൊട്ടിപ്പോകും. Shape of each individual sugar or salt crystal remains fixed, whether we take in your hand, put in a plate or in a jar. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഷുഗർ, കൂടുതലായിട്ടുള്ള ഷുഗേഴ്സ് അല്ല, ഇൻഡിവിജ്വൽ മോളിക്യൂൾ, ഇൻഡിവിജ്വൽ സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? സോൾട്ട് റിമെയിൻ ഫിക്സ്ഡ് when you take into hand or plate in a jar. A sponge has minute holes. സ്പോഞ്ചിൽ എന്തുണ്ട്? മൈന്യൂട്ട് ആയിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. ഇൻ വിച്ച് എയർ ഇസ് ട്രാപ്ഡ്. അതിലേക്കൊക്കെ എന്താണ്? ആ ഹോൾസിലൊക്കെ എയർ കടന്നുകൂടിയിരിക്കുകയാണ്. വെൻ വി പ്രസ് ഇറ്റ്, ദെയർ ഈസ് എക്സ്പെൽഡ് ഔട്ട് ആൻഡ് വി ആർ ഏബിൾ ടു കംപ്രസ് ഇറ്റ്.
അപ്പോൾ പഴയ അവസ്ഥയിലേക്ക് ആ സ്പോഞ്ച് എത്താൻ കാരണം എന്താണ്? നമ്മൾ അതിനെ പ്രസ് ചെയ്യുമ്പോൾ എയർ പുറത്തേക്ക് പോവുകയാണ്. So we are able to compress it. Next is about the liquid stage activity. Collect the following: water, cooling oil, milk, juice and a cool drink. Container of different shape. Put a 50 ml mark on this container using a measuring cylinder from the laboratory. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെയ്നർ പലതരം ഷേപ്പുള്ള ഒരു കണ്ടെയ്നറുകൾ എടുത്തു. എന്നിട്ട് അതിലേക്ക് 50 ml മാർക്ക് ചെയ്ത് വെച്ചു. What will happen if the liquids are split in the floor? Measure 50 ml of any liquid and transfer it to different containers one by one. Or one liquid and transfer into different containers. 50 ml ഒരു ലിക്വിഡ് എടുത്തിട്ട് പല കണ്ടെയ്നേഴ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. Does the volume remain the same? It is because as we are taking the fixed volume, it will be same. Shape of the liquid remain no. Whatever the shape of the container we are taking, the liquid will occupy the space inside that container. When you pour the liquid from one container to another, does it flow easily? Yes, liquid has the capacity to flow easily. We observe that liquids have no fixed shape but have a fixed volume. Liquid എന്താണ്? Shape ഇല്ല, പക്ഷെ അതിന് വോളിയം ഉണ്ട് അല്ലേ? Then take up the shape of the container in which they are kept. Liquid flow and change shape, so they are not rigid, but they can be fluid. Rigid അല്ല, പക്ഷെ എന്താണ് അവര് but can be called fluid. അവരെ fluid എന്ന് വിളിക്കാൻ പറ്റും. Refer to activities 1.4, 1.5, where we saw the solid liquids can diffuse into liquids. Solid liquids liquids ആയിട്ട് diffuse ചെയ്യും. The gases from the atmosphere diffuse and dissolve in water. അല്ലേ? അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസ് എന്ത് ചെയ്യും? അലിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ലയിക്കും. These gases, especially oxygen and carbon dioxide, are essential for the survival of aquatic animals and plants. Gases, especially oxygen, carbon dioxide എന്താണ്? പ്ലാന്റ്സിനും അനിമൽസിനൊക്കെ ആവശ്യമാണ് അല്ലെ? ഫോട്ടോസിന്തസിസിനൊക്കെ അത്യാവശ്യമുള്ളതാണ്. All living creatures need to breathe for survival. അല്ലെ? എല്ലാവർക്കും ഓക്സിജൻ വേണം. എന്തിനാ? സർവൈവലിന് വേണ്ടി. Aquatic animals can breathe under water due to the presence of dissolved oxygen. അല്ലേ? അവർക്ക് പുറത്തു വരണമെന്നുണ്ട്, ഓക്സിജൻ ഇല്ല, വെള്ളത്തിൽ തന്നെ ആ ഓക്സിജൻ ലയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. Thus we can conclude that solids, liquids and gases can diffuse into liquids. അപ്പോൾ സോളിഡും ലിക്വിഡും ഗ്യാസും ഒക്കെ എന്താണ്? ഈ ലിക്വിഡിലേക്ക് അലിയാൻ പറ്റും. Rate of diffusion of liquid is higher than that of solid. Rate of diffusion of liquid is higher. അല്ലേ? ലിക്വിഡ് ഹയർ ആണ്, സോളിഡിനെ കാട്ടിയും ഹയർ ആണ്. It is due to the fact that in the liquid state, particle move freely. ലിക്വിഡ് സ്റ്റേറ്റിലാവുമ്പോൾ എന്താണ്? പാർട്ടിക്കിൾ പെട്ടെന്ന് ഫ്രീ ആയിട്ട് അവർക്ക് പാസ് ചെയ്യാൻ പറ്റും. കുറേ സ്പേസ് ഉണ്ട്. ആൻഡ് ബിറ്റ്വീൻ ഈച്ച് അതർ ആസ് കമ്പയർ ടു പാർട്ടിക്കിൾസ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യണ കാട്ടിയും ലിക്വിഡ്സിന് എന്താണ്? സ്പേസ് ഉണ്ട്, അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. The gaseous state. Have you ever observed a balloon seller filling a large number of balloons from a single cylinder of gas? Enquire from him how many balloons is able to fill. അപ്പോൾ ഒരു സിലിണ്ടർ ഉപയോഗിച്ചിട്ട് തന്നെ അവരെന്ത് ചെയ്യും? കുറേ ബലൂൺസ് ഫിൽ ചെയ്യും. അപ്പം എങ്ങനെയാണത് പോസിബിൾ? Take 300 ml syringes and close their nozzle by rubber corks as shown. അപ്പോൾ നമ്മൾ 300 ml സിറിഞ്ച് എടുക്കുക, എന്നിട്ട് അതിൻ്റെ നോസിൽ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. ഏത് വെച്ചിട്ട്? റബ്ബർ കോർക്ക് വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. റിമൂവ് ദ പിസ്റ്റൺസ് ഫ്രം ഓൾ ദി സിറിഞ്ചസ്. അല്ലേ? എല്ലാത്തിൽ നിന്നും നമ്മൾ പിസ്റ്റണ് റിമൂവ് ചെയ്യുക. ലിവിങ് വൺ സിറിഞ്ച് അൺടച്ച്ഡ്. ഇത് കണ്ടില്ലേ പിസ്റ്റണ്? അപ്പൊ ടേക്ക് 300 ml 300 ml സിറിഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. ക്ലോസ് ദെയർ നോസിൽ ബൈ റബ്ബർ ഫോർക്ക്. റബ്ബർ ഫോർക്ക് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യുക. കണ്ടില്ലേ? റബ്ബർ കോർക്ക് വെച്ചിട്ട് താഴെ ക്ലോസ് ചെയ്തു. റിമൂവ് ദി പിസ്റ്റൺ ഫ്രം ഓൾ ദി സിറിഞ്ചസ്. ഈ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ മുകളിലുള്ള സാധനം എല്ലാത്തിൽ നിന്നും മാറ്റുക. Leaving one syringe untouched, fill water in the second and pieces of chalk in the third. അപ്പോൾ ആദ്യത്തേതിൽ ഗ്യാസ് ഫില്ലാണ് അല്ലേ? രണ്ടാമത്തേതിൽ നമ്മൾ എന്താ എടുത്തത്? സെക്കൻഡ് വാട്ടർ ഇൻ ദ സെക്കൻഡ്, വെള്ളം രണ്ടാമത്തേതിലും മൂന്നാമത്തേതിൽ ചോക്കും എടുത്തു. ഇൻസേർട്ട് ദി പിസ്റ്റൺ ബാക്ക് ഇൻ ടു ദ സിറിഞ്ചസ്. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ നമ്മൾ ഈ പിസ്റ്റൺ ഇൻസേർട്ട് ചെയ്യും. യു ക്യാൻ അപ്ലൈ സം വാസലിൻ ഓൺ ദി പിസ്റ്റൺസ് ബിഫോർ ഇൻസേർട്ടിങ് ദം ഫോർ ദി സ്മൂത്ത് മൂവ്മെന്റ്. അപ്പോൾ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണു? വാസലിൻ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ട്രൈ ടു കംപ്രസ് ദ കണ്ടന്റ് ബൈ പുഷിംഗ് ദ പിസ്റ്റൺ ഇൻ ഈച്ച് സിറിഞ്ച്. ട്രൈ ടു കംപ്രസ് ദ കണ്ടന്റ്. ഇല്ലേ? അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ സാധനങ്ങൾ
തിരിച്ച് നമുക്ക് എന്ത് വേണം? ആ കണ്ടന്റ് ഒക്കെ പുഷ് ചെയ്യണം, പിസ്റ്റണിലേക്ക് പുഷ് ചെയ്യണം. What do you observe? In which case was the piston easily pushed? Water എടുത്തതിൽ നമുക്ക് ഈസി ആയിട്ട് പുഷ് ചെയ്യാൻ പറ്റും. പക്ഷേ ചോക്കിലോ, as the particles are larger, it is not able to push easily. We have observed the gases are highly compressible as compared to the solid and liquid. Gases എന്താണ്? Highly compressible ആണ്. Liquefied petroleum gas, LPG നെയാണ് അങ്ങനെ പറയുന്നത്. Cylinder that we get into home for cooking or the oxygen supplied in hospitals. In cylinders is compressed gas. Compressed natural gas അതിനെന്താ പറയുക? CNG. അപ്പോൾ ഹോസ്പിറ്റൽസിലുള്ള ഈ ഓക്സിജൻ സിലിണ്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സിലിണ്ടേഴ്സ് അതിലൊക്കെ ഗ്യാസ് ഫിൽഡ് അല്ല. Due to the high compressibility, large volume of gas can be compressed into small cylinder and transported easily. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കണ്ടമാനം ഗ്യാസ് നമ്മൾ ആ സിലിണ്ടറിലേക്ക് അല്ലേ, സിലിണ്ടറിലേക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എളുപ്പത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനും പറ്റുന്നു. We come to know of what is being cooked in the kitchen without even entering there. അല്ലേ, അടുക്കളയിലേക്ക് കയറാതെ തന്നെ അതിൽ അവിടെ എന്താ കുക്ക് ചെയ്യുന്നുള്ളത് നമ്മളുടെ മൂക്കിലെത്താറുണ്ട്. How does the smell reaches? എങ്ങനെയാണ് അത് എത്തുന്നത്? Particle of the aroma of food mixed with a particle of air spread from the kitchen reaches and even farther away. അതായത് ഫുഡിലുള്ള പാർട്ടിക്കിൾസ് ഇല്ലേ, ആ സ്മെല്ലിന്റെ പാർട്ടിക്കിൾസും എയറിലുള്ള പാർട്ടിക്കിൾസും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളുടെ നോസിന്റെ അടുത്തേക്ക് എത്തുന്നത്. Smell of the hot cooked food reaches us in seconds. Compare this with the rate of diffusion of solids and liquids. Due to the high speed of particles and large space between them, gases show the property of diffusing very fast into other gases. In the gaseous state, the particles move about randomly at high speed. Gas സ്റ്റേറ്റിലാണെങ്കിൽ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? നല്ല സ്പീഡിലാണ് പാസ് ചെയ്യുക. Due to this random movement, the particle hit each other and also the walls of the container. അല്ലേ, അവർ തമ്മിൽ ഹിറ്റ് ചെയ്യും. വാൾസ് ഓഫ് ദ കണ്ടെയ്നർ, ഏത് വെസലിലാണോ അത് വെച്ചിരിക്കുന്നത് അതുമായിട്ട് അത് ഹിറ്റ് ചെയ്യും. Pressure exerted by the gas is because of this force exerted. അപ്പോൾ പ്രഷർ എക്സേർട്ടഡ് ഏതിലാണ്? ഈ ഫോഴ്സ് വഴിയാണ് ആ പ്രഷർ എക്സേർട്ട് ചെയ്യണത് per unit area on the walls of the container. Okay, so next topic we can see in the next video. Okay, thank you.